ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുല്ലമൊട്ടുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. ഈ ആർട്ടിഫിഷ്യൽ മുല്ലമൊട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണോ? ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് നോക്കാം. സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗോൾഡൻ പോളൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പോളൻസിനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തതാ ഇതുപോലെ അതിൻ്റെ നീളം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള പോളൻസ് ആണ് നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒട്ടിക്കാനായിട്ട് B7000 യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻ ടേപ്പ് എടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൽ ഏത് ഭാഗം മുതലാണ് നമുക്ക് മുല്ലപ്പൂവുകൾ ഒട്ടിച്ച് തുടങ്ങേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 മുല്ലപ്പൂ മൊട്ടുകൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള തണ്ടിൻ്റെ ഭാഗം പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ഇത് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ ടേപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മുല്ലപ്പൂവിൻ്റെ തണ്ടിനോട് ചേർന്ന് ഈ ഒരു രീതിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ ടേപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ ഒരു ഒട്ടുന്ന ഫീല് കിട്ടും. അതായത് കുറച്ച് ഗ്ലൂ നമ്മുടെ ഗ്രീൻ ടേപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ചുറ്റിയെടുക്കുമ്പോൾ വേറെ എക്സ്ട്രാ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുറച്ച് വലിച്ചിട്ട് ചുറ്റി കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ വലിച്ചാൽ നമ്മുടെ ഗ്രീൻ ടേപ്പ് കീറിപ്പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് റോളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ 2 ജാസ്മിൻ ബഡ്സ് കൂടെ വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ച പോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അതിനെയും ചുറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 4 ജാസ്മിൻ ബഡ്സ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു പോളനാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ പോളൻസിനെ നമ്മൾ മുല്ലമൊട്ടിനോട് ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മുല്ലമൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒരു മുല്ലമൊട്ട് വെച്ച് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് അടുത്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ തുടർന്നും ചെയ്തു പോയാൽ മതി കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിലാണോ എത്ര നീളത്തിലാണോ ഇതുപോലെ ജാസ്മിൻ ബഡ്സ് വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് അതിന് മുകളിലൂടെ നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അങ്ങനെ ചുറ്റിയെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യുന്ന സമയത്ത് 2 മുല്ലപ്പൂ മുട്ടുകൾ വെച്ചിട്ട് ചുറ്റിയെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഇതുപോലെ ആദ്യം ഒരു മുല്ലമുട്ട് വെച്ചിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം അടുത്തത് അതിന് മുകളിലായിട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മോഡൽ മാത്രമല്ല കേട്ടോ, ഈ മുല്ലമൊട്ടുകൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡുകളും ക്ലിപ്പുകളും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ മേക്കിംഗ് വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ നമ്മൾ 4 മുല്ലമൊട്ടുകൾ അതിനുശേഷം ഒരു പോളന് ആ ഒരു രീതിയിൽ ഓരോന്നായിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഓണത്തിന് വിഷുവിനും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെ ഇതുപോലെയുള്ള ഹെയർ ബാൻഡുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഹെയർ ബാൻഡിൽ ഇതുപോലെ മുല്ലമൊട്ടുകളും പോളൻസ് ഫുള്ളായിട്ട് ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അവസാന ഭാഗത്തായിട്ട് ഇതുപോലെ 3-4 പ്രാവശ്യം നല്ല രീതിയിലൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഗ്രീൻ ടേപ്പിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ താഴെയുള്ള ഭാഗത്ത് നോക്കിയാൽ ഇതുപോലെ ഫുള്ളായിട്ട് ഗ്രീൻ ടേപ്പാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ബാൻഡ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഫെൽറ്റ് ഷീറ്റോ അതല്ലെങ്കിൽ പേപ്പർ ക്യാൻവാസിൻ്റെ പീസൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ഹെയർ ബാൻഡിലും നമ്മുടെ ജാസ്മിൻ ബഡിൻ്റെ താഴെയുമായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഒട്ടിക്കുന്നത്. ആദ്യം കുറച്ച് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഇങ്ങനെ നമ്മളിതിന് താഴെ ഫുള്ളായിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ വെറൈറ്റി ഹെയർ ബാൻഡുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.